കടമ്പൂർ ബോളിയുടെ ഏറ്റവും ഒരു എന്താ പറയുക ഒരു അതോറിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എല്ലാവരും കടമ്പൂർ ബോളിയെക്കുറിച്ച് പറയുമ്പോൾ ഓർമ്മിക്കുന്ന ഒരു പേരാണ് അറുമുഖസ്വാമി. അറുമുഖസ്വാമിയുടെ വീട് തപ്പിപ്പിടിച്ച് ഞാനിവിടെ എത്തിയിരിക്കുവാണ്. അപ്പം അറുമുഖസ്വാമി ഒന്ന് മീറ്റ് ചെയ്യാം. ഇതാണ് അറുമുഖസ്വാമി. അദ്ദേഹം എത്ര വർഷമായി இந்த കടമ്പൂരിലെ ബോളി? 20 വർഷം. ഇത് ഭാര്യയാണ് ഗുരുവമ്മ. ഇവര് രണ്ടുപേരും ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഭാര്യ വീട്ടില് ബോളി ഉണ്ടാക്കും, കടയിൽ പോയി അത് വെച്ച് സെയിൽസ്. അത് രാവിലെ എത്ര മണി തൊട്ട് എത്ര മണി വരെയാണ്? 10 മണി മുതൽ 5 വരെ. രാവിലെ 10 മണി മുതൽ 5 മണി വരെയാണ് ഈ ബിസിനസ് നടക്കുന്നത്. ഇത് ഇവിടുത്തെ കടമ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ വളരെ അടുത്ത അരുൺ ഇലക്ട്രോണിക്സ്, അതിന്റെ താഴത്തെ നിലയിൽ കട, അവിടെ തന്നെ കട. ആ കടയിലാണ് ഈ വാടകയ്ക്കാണ്, അവിടെയാണ് ഈ ബോളി വിൽക്കുന്നത്. നല്ല രാവിലെ ചൂടോടുകൂടി ഫ്രഷ് ബോളി. അത് അമ്മളാണ് ഉണ്ടാക്കുന്നത്, അമ്മൾ. എനിക്ക് കടമ്പൂർ ബോളി ഒന്ന് കൂട്ടി കാണിച്ചു തരും. ഓക്കെ. അപ്പോൾ എന്തായാലും വളരെ ഫ്രണ്ട്ലി ആൾക്കാർ, ഇത്രയും സ്നേഹമുള്ള ആൾക്കാർ. എന്തായാലും നമുക്ക് കടമ്പൂർ ബോളിയുടെ വിശേഷങ്ങളെല്ലാം കാണാം. ഉള്ളിലേക്ക് പോകാം. അപ്പോൾ അറുമുഖസ്വാമി നമ്മൾക്ക് വേണ്ടി ബോളിക്ക് വേണ്ട കാര്യങ്ങൾ അരക്കാൻ തീരുമാനിച്ചു. അത് കടലപ്പരിപ്പ് വേവിച്ചത്, ഇത് കടലപ്പരിപ്പ് വേവിച്ചതും ശർക്കര ചീവിയിട്ട് അല്ലെങ്കിൽ കഷ്ണങ്ങളായിട്ട് പൊട്ടിച്ചിട്ട് ഇളക്കി വെച്ച് ഏലക്കായും കൂടി ഇട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ചൂടോടുകൂടി അത് കടലപ്പരിപ്പ് വെന്ത് കഴിഞ്ഞാൽ ആ ചൂടോടുകൂടിയാണ് ശർക്കര പീസസ് അതിനകത്ത് ഇടുന്നത്. അതിൽ കിടന്ന് നന്നായിട്ടൊന്ന് ഇളകി ഒരു കുറച്ച് സമയം, അതായത് ഏകദേശം ചൂട് ആറുന്നവരെ ഇങ്ങനെ വെക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് ആട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ 1 കിലോ കടലപ്പരിപ്പിന് 1 കിലോ ശർക്കര, അതാണ് കണക്ക്, ഈക്വൽ ക്വാണ്ടിറ്റി. എന്നിട്ട് ആട്ടുകല്ലിലിട്ട് ആട്ടാൻ പോവുകയാണ്. ഇവിടെ ആട്ടുകല്ലിലിട്ട് അരച്ചെടുക്കും. അല്ലാണ്ട് മിക്സിയിൽ ഗ്രൈൻഡറിലൊന്നും അരച്ചാലൊന്നും അത് ശരിയാവില്ല. അപ്പോൾ ശരിക്കും ആ കല്ലിലിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പോൾ അറുമുഖസ്വാമി ഇവിടെ പാത്രത്തിൽ നിന്നെടുത്ത് കടലപ്പരിപ്പ് ശർക്കര കോമ്പിനേഷൻ, ഏലക്ക കോമ്പിനേഷൻ അരച്ച് ഏതാണ്ട് പകുതി വഴി അരച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ കടമ്പൂർ ബോളിയുടെ ആദ്യത്തെ പ്രോസസ്സ് കണ്ടല്ലോ. കടലപ്പരിപ്പ് വേവിച്ച് വെച്ചത് ശർക്കരയുമായിട്ട് ഇളക്കി വെച്ചിരുന്നു. അത് ആട്ടിയെടുത്ത് കട്ടയ്ക്ക് നല്ല വെള്ളമില്ലാണ്ട് കട്ടിക്ക് അരച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇതിന് ബോളിയല്ലേ, അപ്പോൾ ഔട്ടർ കവറിംഗ് എന്ന് പറഞ്ഞാൽ മൈദ കൊണ്ടുള്ളൊരു മിക്സാണ്. അപ്പോൾ മൈദ മാവിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കുഴയ്ക്കുന്നു. അപ്പോൾ മൈദ മാവ് കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു അരമണിക്കൂർ മാറ്റി വെച്ചാൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. ഏറ്റവും കുറഞ്ഞത് അരമണിക്കൂർ അതൊന്ന് കുതിരാനായിട്ട് വെക്കുന്നത് നല്ലതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ എണ്ണയൊന്നും ഉപയോഗിക്കുന്നത്. സാധാരണ നമ്മൾ പലതരം ബോളികൾ കാണാറുണ്ട്. അതാണെങ്കിൽ നല്ലെണ്ണ ഒഴിച്ച് വയ്ക്കണം മൈദയിൽ, എന്നാൽ മാത്രമേ അത് സോഫ്റ്റ് ആവുള്ളൂ. പക്ഷേ ഇവിടെ കടമ്പൂർ ബോളിക്ക് അതിൻ്റെ ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കാണാം. ഇപ്പോൾ മാവെല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് ലൂസായിട്ടാണ് മാവ് കുഴച്ചിരിക്കുന്നത്. സാധാരണ ഈ ചപ്പാത്തിക്ക് പോലെ അത്ര ടൈറ്റല്ല. സാധാരണ ഞാൻ കണ്ടിട്ടുള്ള മറ്റ് ബോളികൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പരത്തി എടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ. പക്ഷേ ഇതങ്ങനെയല്ല. കടമ്പൂർ ബോളി ഇലയിൽ വെച്ചിട്ട് കൈ കൊണ്ട് തട്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓരോ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുകയാണ്. കടലപ്പരിപ്പും ശർക്കര ഏലക്ക ഇത് അരച്ച് വെച്ചത് ചെറിയ ഉരുളകളായിട്ട്, ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള ഉരുളകൾ. അപ്പോൾ എല്ലാ കാര്യങ്ങളും റെഡിയായി കഴിഞ്ഞു. കടലപ്പരിപ്പിൻ്റെ ബോൾസ് ഇറക്കി വെച്ച് കഴിഞ്ഞു. ചെറിയ നെല്ലിക്ക വലുപ്പത്തിലാണ്. പിന്നെ ഇനി മൈദ ഇവിടെ കുഴച്ചത് കുറച്ച് ലൂസായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഇലയിൽ അല്പം നല്ലെണ്ണ, അല്ലേ, ഇത് നല്ലെണ്ണ തടവിയിട്ടുണ്ട്. കയ്യിലും കുറച്ച് നല്ലെണ്ണ ഇങ്ങനെ തടവിയാണ് ഇനി മാവ് എടുക്കുന്നത്. ഇനി ഓരോന്നായി ആദ്യം പ്രോസസ്. കടല ഇങ്ങനെ കാണുമ്പോൾ വളരെ എളുപ്പം അല്ലേ. ചെറുതായിട്ട് ഉരുട്ടി വെച്ച കടലപ്പരിപ്പ് ബോൾസ് മൈദയുടെ ഒരു ചെറിയൊരു ഉരുള ഉരുട്ടി അതിനെ ഒന്ന് പരത്തി അതിനകത്ത് വെച്ച് റോൾ ചെയ്ത് കൈ കൊണ്ട് തട്ടിയെടുത്ത് ഉണ്ടല്ലേ. ഇലയിൽ വെച്ച് ചെയ്യുന്ന ധാരാളമായിട്ട് നല്ലെണ്ണ കയ്യിലും ഇലയിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ട് ദോശകളിലിട്ട് തിരിച്ചു മറിച്ച് അന്നേരം നല്ലെണ്ണ ഇങ്ങനെ ഇറക്കി തൂക്കും. അപ്പോൾ ശരിക്കും ഇത് എളുപ്പമാണ്. സാധാരണ നമ്മൾ നാട്ടിൽ കാണുന്ന ബോളിയെക്കാട്ടിലും എളുപ്പമാണ് ഉണ്ടാക്കാൻ. സ്വാദുണ്ടെന്നാണ് കാണുമ്പോൾ മനസ്സിലാവുന്നത്. കാര്യം ഇത് അത്ര സോഫ്റ്റായിട്ടാണ് ഇങ്ങനെ അധികം ഇട്ട് മൂപ്പിക്കാണ്ട് എടുക്കുന്നത്. പിന്നെ ഇത് അരയ്ക്കുമ്പോൾ കടലപ്പരിപ്പ് നന്നായിട്ട് അരഞ്ഞു കിട്ടണം, കട്ടയായിട്ട് കിടക്കരുത്, കഷ്ണങ്ങൾ ഉണ്ടാകരുത്. അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമില്ല. പിന്നെ മൈദ കുഴയ്ക്കുമ്പോഴും കുറച്ച് ലൂസായിട്ട് കുഴയ്ക്കാനായിട്ട് ശ്രമിക്കണം. അതെ, ടേസ്റ്റിങ് ആയി കഴിഞ്ഞു.
ചെറിയ പൊറോട്ട മാതിരി തോന്നുന്നല്ലേ കണ്ടിട്ട്. നോക്കട്ടെ. നല്ല സ്വാദുണ്ട്. ഇത് ചൂടായിട്ട് കഴിച്ചാൽ വളരെ എന്താ പറയുക, ഭയങ്കര സ്വാദായിരിക്കും. തണുത്താലും സോഫ്റ്റ് തന്നെ അല്ലേ? നന്നായിരിക്കും. കടമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ചിലർ പെട്ടെന്ന് വന്ന് വാങ്ങിയിട്ട് പോകുന്നതാണ് പറയുന്നത് ഇവരുടെ കടയിൽ നിന്ന്. ഇവിടെ അയ്യർ ഫാമിലി, അയ്യർ ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ട് 2 ബ്രദേഴ്സ് ഉണ്ടായിരുന്നു. അവരായിരുന്നു ഇതിൻ്റെ കടമ്പൂർ ബോളിയുടെ ശരിക്കുമുള്ള ആദ്യത്തെ ഒറിജിൻ ചെയ്തിരിക്കുന്ന അവരിൽ നിന്നാണ്. അവരാണ് ഇതിൻ്റെ തുടക്കക്കാർ. പക്ഷെ അവരുടെ വീട്ടിൻ്റെ അടുത്ത് താമസിച്ചതാണ് ഈ അറുമുഖസ്വാമി ഗുരുമാല. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് അയ്യർ ഫാമിലിയിൽ അയ്യർ ബ്രദേഴ്സിൻ്റെ നിന്ന് പഠിച്ച ഒരു ട്രേഡ് സീക്രട്ടാണ്. ഇപ്പോൾ പക്ഷെ അയ്യർ ബ്രദേഴ്സ് ഇവിടെ ഇല്ല അല്ലേ? ഇദ്ദേഹത്തിൻ്റെ ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് അവരുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ, അവരുടെ വീട്ടിൽ എപ്പോഴും കളിക്കാനൊക്കെ പോയിരുന്നു അല്ലേ? അങ്ങനെ പോയി ചാപ്പാട് പണി അവരുടെ കൂടെ ഇരുന്ന് കണ്ട് മനസ്സിലാക്കി, ഈ ബോളിയുടെ രഹസ്യം മനസ്സിലാക്കി. അപ്പോൾ അയ്യർ ബ്രദേഴ്സിലെ അവരുടെ സന്തതി പരമ്പരകളൊന്നും ഈ ഫാമിലി ബിസിനസ് നോക്കുന്നില്ലായിരുന്നു ഇങ്ങനെ കടമ്പൂർ ബോളിയുടെ. പക്ഷേ ഇത് പഠിച്ച ഇദ്ദേഹം അറുമുഖസ്വാമി പക്ഷെ അത് ഒരു തൊഴിലായിട്ട് എടുത്തിട്ട് വൈഫും ഗുരുവമാളും കൂടി ചേർന്നിട്ട് അത് 10-20 വർഷമായിട്ട് ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് ബോളി വാങ്ങിക്കാൻ പറ്റിയാൽ ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോയി വാങ്ങിയിട്ട് തിരിച്ചു കയറണം ട്രെയിനിൽ. എന്നിട്ട് ഡൽഹി വരെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത്. എത്ര ദിവസം ഇതിങ്ങനെ ഇരിക്കും? 2 നാളേക്ക്. സോഫ്റ്റ് ആയിരിക്കോ? ചെറിയ സൈസാണ്, ചെറിയ പപ്പടം അത്രേ ഉള്ളൂ. അത്ര തിൻ ബോളീസാണ്, അധികം കട്ടിയില്ല, കഴിക്കാൻ സുഖം. ഒരു ബോളി 5 rupees വെച്ചിട്ടാണ് ഇവർ വിൽക്കുന്നത്. ഒരു ദിവസം 250-300 ബോളി വരെ സെയിലുണ്ട്. അപ്പം ഞാൻ ഏതായാലും രാത്രി യാത്ര ഇല്ലാന്നാണ് ഇവരുടെ ഈ വിശേഷങ്ങളും എല്ലാം കണ്ട് സന്തോഷത്തോടു കൂടി യാത്ര തുടരാൻ പോവാണ്. അതുവരെ